ബഹുമാനപ്പെട്ട ശ്രീ എം വിൻസെന്റ്, അങ്ങേക്ക് 8 മിനിറ്റ്. സാർ, ഞാൻ ഈ ഉപധനാഭ്യർത്ഥനകളെ എതിർക്കുകയാണ് സാർ. സാറ്, എൻ്റെ നിയോജക മണ്ഡലത്തിലെ വിഴിഞ്ഞം KSRTC ബസ് സ്റ്റേഷന് മന്ദിരം നിർമ്മിക്കാൻ 2023-24 ബഡ്ജറ്റിൽ എൻ്റെ ഈ വിഴിഞ്ഞം ഉൾപ്പെടെ 5 ബസ് സ്റ്റേഷനുകൾക്ക് 20 കോടി അനുവദിച്ചു സാർ. ഇന്ന് വരെ ആ പണി ആരംഭിച്ചിട്ടില്ല. അത് ആരംഭിക്കാനുള്ള നടപടി അങ്ങ് സ്വീകരിക്കണം. ബഹുമാനപ്പെട്ട ഫിഷറീസ് മന്ത്രി, എൻ്റെ നിയോജക മണ്ഡലത്തിലെ പൂവാർ പഞ്ചായത്തിലുള്ള പൊഴിക്കര, അവിടെ പുഴി മാറി ഒഴുകി നിലവിലുള്ള റോഡ് പൂർണ്ണമായും തകർന്നു. ആ റോഡ് പുനർനിർമ്മിക്കാനുള്ള നടപടി ഉണ്ടാകണം എന്ന് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കാൻ സാർ. സാർ, ഇവിടെ ഈ പഞ്ഞമാസ സമാശ്വാസ പദ്ധതി ഈ മെയ്, ജൂൺ, ജൂലൈ മാസങ്ങളിൽ കൊടുക്കേണ്ടതാണ് സാർ. ഇപ്പോൾ ഗുണഭോക്താക്കളുടെ വിഹിതമാണ് കൊടുത്തിരിക്കുന്നത്, സർക്കാർ വിഹിതം കൊടുത്തിട്ടില്ല. കഴിഞ്ഞ വർഷവും ജൂലൈ മാസം അവസാന ഗഡു കൊടുക്കേണ്ടത് ഫെബ്രുവരി മാസമാണ് കൊടുത്തത് സാർ. ഈ 2 വർഷവും അങ്ങനെ നടന്നു. ഈ വർഷമെങ്കിലും കൃത്യമായി പഞ്ഞമാസ സമാശ്വാസ പദ്ധതിക്കിടെ ആനുകൂല്യം ജൂലൈ മാസത്തിൽ തന്നെ കൊടുത്തു തീർക്കാൻ തയ്യാറാകണം സാർ. കഴിഞ്ഞ ദിവസവും നമ്മൾ പറഞ്ഞതാണ് വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ ആനുകൂല്യം സാർ. ആ ആനുകൂല്യത്തിന് യഥാസമയം കുടിശ്ശിക കൊടുക്കാത്തത് കൊണ്ട് അവർക്ക് ഹോസ്റ്റൽ ഫീസ് കൊടുക്കാൻ കഴിയുന്നില്ല. അവർ ഹോസ്റ്റലിൽ നിന്ന് ഇറക്കി വിടുന്നു. കോഴ്സ് കഴിഞ്ഞവർക്ക് TC പോലും കൊടുക്കാത്ത പ്രയാസമുണ്ട് സാർ. അടിയന്തരമായ പ്രാധാന്യം നൽകി അവർക്ക് കുടിശ്ശിക അനുവദിക്കാൻ നടപടി സ്വീകരിക്കും സാർ. മത്സ്യത്തൊഴിലാളി ഭവന നിർമ്മാണ പദ്ധതി സാർ, ഇന്ന് ഏറ്റവും കൂടുതൽ വാടക വീടുകളിൽ താമസിക്കുന്ന ഒരു വിഭാഗമായി മത്സ്യത്തൊഴിലാളികൾ മാറിക്കൊണ്ടിരിക്കുകയാണ് സാർ. സാർ, അങ്ങ് കഴിഞ്ഞ ദിവസം ഒരു കണക്കെല്ലാം പറഞ്ഞു 10,000 വീടുകൾ എന്നുള്ളത്. ഇപ്പോൾ ബഹുമാന്യനായ ശ്രീ ആൻ്റണി രാജു പറഞ്ഞത് 12,500, അങ്ങ് പോലും പറയാത്ത കണക്കാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് 12,500 വീട് കൊടുത്തു. അങ്ങ് പറഞ്ഞത് 10,000 വീടുകളെന്നാണ് അങ്ങ് പറഞ്ഞത് സാർ. അതുകൊണ്ട് സാർ, ഒരു ദുർബല ജനവിഭാഗം എന്നുള്ള നിലയ്ക്കുള്ള അവരുടെ ഭവന നിർമ്മാണ പദ്ധതി പുനരാരംഭിക്കാൻ അങ്ങ് തയ്യാറാകണം സാർ. പുനർഗേഹം എന്ന് പറഞ്ഞാൽ വീടില്ലാത്തവർക്ക് കൊടുക്കുന്നതല്ലല്ലോ സാർ, വീടുള്ളവർക്ക് മാറി താമസിക്കാൻ കൊടുക്കുന്നതാണ്. ആ കണക്കെല്ലാം കൂടി ചേർത്തിട്ടാണ് അങ്ങ് പറയുന്നത് സാർ. അതുകൊണ്ട് അടിയന്തരമായി അത് ആരംഭിക്കണം. അതുപോലെ തന്നെ അവരുടെ ഭവന പുനരുദ്ധാരണ പദ്ധതി സാർ, അതും പുനരാരംഭിക്കാൻ അടിയന്തരമായി നടപടിയെടുക്കണം. 2 സർക്കാരുകളും, നിങ്ങളുടെ 2 സർക്കാരുകളും ഒരാൾക്ക് പോലും ഭവന പുനരുദ്ധാരണ പദ്ധതി പ്രകാരം ആനുകൂല്യം കൊടുത്തിട്ടില്ല സാർ. അതുപോലെ തന്നെ അംഗത്വം കൊടുക്കുന്നത്, മത്സ്യത്തൊഴിലാളികൾക്ക് അംഗത്വം കൊടുക്കുന്നത് ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിലാണ്. ഇത് കഴിഞ്ഞാൽ പിന്നെ 1 വർഷം കഴിഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. ഇതിനിടയിൽ 18 വയസ്സ് പൂർത്തിയായി മത്സ്യബന്ധനത്തിന് പോകുന്ന ആർക്കും അംഗത്വം എടുക്കാനുള്ള അവസരമില്ല. അതുകൊണ്ട് അതൊരു തുടർ പ്രക്രിയയായി 18 വയസ്സ് പൂർത്തിയാകുന്ന ആളുകൾക്ക് ആ പൂർത്തിയാകുന്ന മുറയ്ക്ക് അംഗത്വം എടുക്കാനുള്ള അവസരം ഉണ്ടായി കൊടുക്കണം. അംഗത്വം കൊടുക്കുന്നത് പക്ഷപാതരഹിതമായി കൊടുക്കാൻ കൂടി പറയുകയാണ് സാർ. സാറ്, അപ്പോൾ ഈ കാര്യങ്ങളിൽ അങ്ങ് കൂടുതൽ ശ്രദ്ധിക്കണം. അങ്ങയെ സംബന്ധിച്ചിടത്തോളം അങ്ങ് വളരെ പ്രഖ്യാപനങ്ങളെല്ലാം നടത്തും, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ നടക്കുന്നില്ല. കാരണം ഓടാത്ത ബസ്സിനുള്ളിൽ നിന്ന് ഓടുന്ന ഒരു യാത്രക്കാരനെ പോലെയാണ് അങ്ങയുടെ ഈ പ്രഖ്യാപനങ്ങളും മീറ്റിങ്ങുകളെല്ലാം കാണുമ്പോൾ ഞങ്ങൾക്ക് തോന്നുന്നത് സാർ. സാറ്, എല്ലാ മാസവും 5-ാം തീയതിക്ക് മുൻപായി ശമ്പളം നൽകുമെന്നും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പറഞ്ഞിട്ട് 2 വർഷം പൂർത്തിയാവുകയാണ് സാർ. ഇന്ന് വരെ കൃത്യമായി ശമ്പളം കൊടുത്തിട്ടില്ല സാർ. ഈ ദിവസവും നമ്മൾ സംസാരിക്കുന്ന ഈ ദിവസവും ശമ്പളത്തിന് വേണ്ടി 7 മണി മുതൽ ചീഫ് ഓഫീസിൽ സമരം നടക്കുകയാണ് TDFിൻ്റെ ആഭിമുഖ്യത്തിൽ. 30 ദിവസം ജോലി ചെയ്തിട്ട് ശമ്പളത്തിന് വേണ്ടി പണിമുടക്കേണ്ടി വരുന്ന ഗതികേടാണ് സാർ ഈ KSRTCയിലെ ജീവനക്കാർക്കുള്ളത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തൊഴിലാളി ചൂഷണം നടക്കുന്ന KSRTCയിലാണ് സാർ. ശമ്പളം കിട്ടാതെയും മറ്റ് ആനുകൂല്യങ്ങൾ കിട്ടാതെയും KSRTCയിലെ ജീവനക്കാർ മാനസിക സമ്മർദ്ദം വന്ന്, ഹൃദയസ്തംഭനം വന്ന് മരണപ്പെടുന്നവരുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചിരിക്കുന്നു. അങ്ങ് അത് പരിശോധിക്കണം സാറ്. ഈ കഴിഞ്ഞ 2 വർഷങ്ങൾ 2022-23 മാത്രം 66 പേർ മരണപ്പെട്ടു. അതിൽ 13 പേർ ആത്മഹത്യ ചെയ്തതാണെന്ന് അങ്ങ് ഓർക്കണം സാർ. ഹൃദയസ്തംഭനം വന്ന് മരിക്കുന്നു. അതുപോലെ തന്നെ മാരകമായ അസുഖം വന്നവർക്ക് പോലും ആവശ്യപ്പെടുന്നിടത്ത് ട്രാൻസ്ഫർ കൊടുക്കാതെ ഈ ഉദ്യോഗസ്ഥന്മാർ പീഡിപ്പിക്കുകയാണ് സാർ. അങ്ങനെ മരണമടഞ്ഞവർ, ക്യാൻസർ വന്ന് ഡ്യൂട്ടിക്കിടയിൽ മരണപ്പെട്ടവർ, കിഡ്നി സംബന്ധമായ അസുഖം വന്ന് മരണപ്പെട്ടവർ, അങ്ങനെയുള്ള നിരവധി ആളുകളുടെ മരണങ്ങൾ ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് സാർ. ഇത് പഠിക്കാൻ ബഹുമാനപ്പെട്ട മന്ത്രി തയ്യാറാകണം എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത് സാർ. സാർ, ഇങ്ങനെയുള്ള ജീവനക്കാർക്ക് സാർ അവർക്കൊരു ഇൻസെൻറ്റീവ് ബാറ്റ കൊടുക്കും. 100-150 രൂപ. അപ്പോൾ ഫാസ്റ്റിൽ 15,000 രൂപയ്ക്ക് മുകളിൽ പിന്നെ വരുമാനം വന്നാൽ അവർക്കൊരു ചെറിയ ഇൻസെൻറ്റീവ് കൊടുക്കും. അത് വാങ്ങിയാൽ ഒരു ചായ വാങ്ങി കുടിക്കാൻ അല്ലെങ്കിൽ ഒരു ഊണ് കഴിക്കാൻ. കഴിഞ്ഞ CMD വന്ന് ഇത് നേരെ അക്കൗണ്ടിലേക്ക് മാറ്റാൻ പറഞ്ഞു. ലീവ് സറണ്ടർ, ലീവ് ഉള്ള ഒരു ദിവസം ഒരു ജോലി ചെയ്താൽ 900 രൂപ കിട്ടും. അപ്പോൾ അതെല്ലാം വാങ്ങി അവർക്ക് തട്ടിമുട്ടി പോകാൻ കഴിയും. അത് നേരെ അക്കൗണ്ടിലേക്ക് മാറ്റി. 100 കണക്കിന് അക്കൗണ്ടുകളാണ് സാർ.
സാർ 4 അക്കൗണ്ടുകൾ ഓപ്പറേറ്റ് ചെയ്യുന്ന KSRTCയുടെ വരുമാനം 100 കണക്കിന് അക്കൗണ്ടുകളിലേക്ക് കണക്കില്ലാതെ ചെലവഴിച്ചു പോകുന്ന ഒരു സാഹചര്യമാണെന്ന് KSRTCയിലുള്ളത് ഞാൻ അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. അങ്ങേക്ക് അത് മനസ്സിലായിട്ടുള്ള കാര്യമാണ് സാർ. സാർ, ജീവനക്കാരുടെ ശമ്പളത്തിലുള്ള ഈ പിടിച്ചു വയ്ക്കുന്ന NPS, NDR, LIC ഇതൊന്നും കൊടുക്കുന്നില്ല സാർ. NDR അടയ്ക്കാത്തത് കൊണ്ട് അവരുടെ ശമ്പളത്തിൽ നിന്ന് പിടിക്കുന്നു, പക്ഷെ ബാങ്ക് ധനകാര്യ സ്ഥാപനങ്ങൾ അടയ്ക്കുന്നില്ല. വലിയ തോതിലുള്ള നഷ്ടം വരുന്നു, ജപ്തി ഭീഷണി വരികയാണ്, ജപ്തി നടപടി വരികയാണ്. അതുപോലെ തന്നെ വരുമാനം അതുപോലെ തന്നെ സാർ ഈ NPS നാഷണൽ പെൻഷൻ സ്കീം സാർ, അത് മ്യൂച്വൽ ഫണ്ടിലാണ് നിക്ഷേപിക്കുന്നത്. ഇന്ന് 100 രൂപ കൊടുത്ത് 10 യൂണിറ്റുകൾ വാങ്ങാൻ കഴിയുമെങ്കിൽ നിങ്ങൾ നിക്ഷേപിക്കുന്ന സമയത്ത് 2 വാങ്ങാൻ കഴിയുള്ളൂ സാർ. ആ സമയം ഒരു പെൻഷൻ ആകുന്ന ഓരോ ആൾക്കും ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമുണ്ടാവുകയാണ് സാർ. സാറേ, അതുകൊണ്ട് KSRTCയുടെ കഴിഞ്ഞകാല വരവ് ചെലവ് കണക്ക് ധനകാര്യ വകുപ്പിനെ കൊണ്ടോ CAG കൊണ്ടോ അന്വേഷിപ്പിക്കാൻ ബഹുമാനപ്പെട്ട മന്ത്രി തയ്യാറാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് സാർ. 3 വർഷം മുമ്പാണ് ATM മെഷീനുകൾ വാങ്ങിയത്, ടിക്കറ്റ് മെഷീനുകൾ വാങ്ങിയത് സാർ. 10,000 രൂപ കൊടുത്ത് 5000-ഓളം വാങ്ങി, അതെല്ലാം കേടായി പോയപ്പോൾ അഴിമതി പുറത്തു വരുമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ആൻഡ്രോയിഡ് സംവിധാനമുള്ള പുതിയ ATM മെഷീൻ വാങ്ങാമെന്ന് പറഞ്ഞു സാർ. ഈ ആൻഡ്രോയിഡ് സംവിധാനം വന്നിട്ട് 15 വർഷമായി. ഇവർ വാങ്ങുന്ന സമയത്ത് തന്നെ ആൻഡ്രോയിഡ് സംവിധാനമുള്ള ATM വാങ്ങാമായിരുന്നു. അത് വാങ്ങാതെ നിലവാരമില്ലാത്ത ATM മെഷീനുകൾ വാങ്ങി വലിയ ക്രമക്കേട് നടന്നിരിക്കുന്നു. ഇപ്പൊ എന്താ, അത് പുതിയ ATM മെഷീൻ വന്നിരിക്കുകയാണ്. പഴയതെല്ലാം കേടായി. പുതിയ ATM മെഷീൻ വന്നപ്പോൾ എന്താ, ഒരു ടിക്കറ്റിന് 16 പൈസ വെച്ച് കൊടുക്കണം. അങ്ങനെ 20 ലക്ഷം യാത്രക്കാർ ഒരു ദിവസം. അങ്ങനെ ഒരു വർഷം 11 കോടി രൂപ ഈ കമ്പനി കിട്ടാൻ പോവുകയാണ്. ഒരു 10 വർഷം കൊണ്ട് KSRTCയുടെ അക്കൗണ്ടിലേക്ക് വരേണ്ടുന്ന 111 കോടി രൂപ ഈ സ്വകാര്യ കമ്പനിക്ക് ലഭിക്കാൻ പോവുകയാണ്. ഇതിനെക്കുറിച്ച്, ഈ അഴിമതിയെക്കുറിച്ച് അന്വേഷിക്കണം. സാധാരണ നിസ്സാര കുറ്റങ്ങൾക്ക് ജീവനക്കാർക്കെതിരെ ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കുന്ന ഗവൺമെന്റ് ഈ ഉദ്യോഗസ്ഥന്മാരുടെ അഴിമതി കണ്ടെത്താനുള്ള ശക്തമായ നടപടി സ്വീകരിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് സാർ. സാറ്, ഈ പാവപ്പെട്ട തൊഴിലാളികൾ ശമ്പളം കിട്ടാതെ കഷ്ടപ്പെടുമ്പോൾ സാറേ, ഈ KSRTC തൊഴിലാളികൾ കള്ളു കുടിച്ചോ എന്ന് പരിശോധിക്കുന്ന ഗവൺമെന്റ് അവൻ കഞ്ഞി കുടിച്ചോ എന്ന് കൂടി പരിശോധിക്കണം എന്ന് കൂടിയാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് സാർ. സാർ, കഴിഞ്ഞ ദിവസം ചില മന്ത്രിമാർ, ബഹുമാനപ്പെട്ട സഹകരണ വകുപ്പ് മന്ത്രി പറഞ്ഞു, ഇവിടെ കോൺഗ്രസും BJPയും തമ്മിൽ അന്തർധാരയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. ഏത് കോൺഗ്രസിനെ കുറിച്ചാണ് സാർ? രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസിനെ കുറിച്ചാണ് സാർ അങ്ങ് പറയുന്നത്. സാർ, ഉറക്കമെണീറ്റാൽ, റോഡിലൂടെ നടന്നാൽ, ഒരു വാക്ക് പറഞ്ഞാൽ ശ്വാസത്തിലും നിശ്വാസത്തിലും BJPക്കും സംഘപരിവാറിനുമെതിരെ പോർമുഖം തുറക്കുന്ന രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസിനെ കുറിച്ചാണോ സാർ നിങ്ങൾ അന്തർധാര എന്ന് പറയുന്നത്? ഏത് കോൺഗ്രസിനെ കുറിച്ചാണ് സാർ? സൂററ്റ് കോടതിയിൽ സാർ നിങ്ങൾ മനസ്സിലാക്കണം, ഇവിടെ മോഡി എന്ന പേര് എങ്ങനെ കള്ളന്മാർക്കെല്ലാം വന്നു എന്നതിന്റെ പേരിൽ സൂററ്റ് കോടതിയിൽ രാഹുൽ ഗാന്ധിക്കെതിരെ കേസ് കൊടുത്തത് BJP MLA പൂർണേഷ് മോദി. അതുപോലെ പാറ്റ്ന കോടതിയിൽ ഇതേ കേസ്, പരാതി കൊടുത്തത് BJP. ഡിമോണിറ്റൈസേഷനെതിരെ അദ്ദേഹം സംസാരിച്ചപ്പോൾ പരാതി കൊടുത്ത അദ്ദേഹത്തിനെതിരെ അഹമ്മദാബാദ് കോടതിയിൽ അദ്ദേഹത്തിനെതിരെ പരാതി കൊടുത്തത് BJP. ഗൗരി ലങ്കേഷ് വധത്തിൽ RSS BJP ബന്ധത്തെക്കുറിച്ച് പറഞ്ഞതിന്റെ പേരിൽ മുംബൈ കോടതിയിൽ പരാതി കൊടുത്തത് RSS. ആസാമിലെ ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ നിഷേധിച്ചുകൊണ്ട് തടഞ്ഞ RSSനെതിരെ സംസാരിച്ചതിനെതിരെ ഗോഹട്ടി കോടതിയിൽ പരാതി കൊടുത്തത് RSS. ഗാന്ധിജിയെ കൊന്നത് RSS ആണെന്ന് പറഞ്ഞതിനെതിരെ മഹാരാഷ്ട്രയിലെ ഭിവണ്ടിയിൽ പരാതി കൊടുത്തത് RSS. നാഷണൽ ഹെറാൾഡ് പരാതി നൽകിയത് BJPയുടെ സുബ്രഹ്മണ്യ സ്വാമി. യാത്രയുമായി ആസാമിലേക്ക് കടന്നത് അദ്ദേഹത്തെ കേസെടുക്കാനും ജയിലിലടയ്ക്കാനും നിർദ്ദേശം കൊടുത്തത് BJPയുടെ മുഖ്യമന്ത്രി അമിത്ഷാക്കെതിരെ പ്രസംഗിച്ചത്. രാഹുൽ ഗാന്ധിക്കെതിരെ UP സുൽത്താൻ പേരിൽ പരാതി BJP. സാർ, കേസുകളുടെ പത്മവ്യൂഹം ചമച്ച് രാഹുൽ ഗാന്ധിയെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന BJPയുമായി അന്തർധാര കോൺഗ്രസിനുണ്ട് എന്ന് പറയുന്ന നിങ്ങളുടെ സാമാന്യ ബുദ്ധിയാണ് പരിശോധിക്കേണ്ടത് സാർ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഇത് എതിർക്കുകയാണ് സാർ.